സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വളരെ കുറേ ദിവസങ്ങളായിട്ട് സൈബർ അറ്റാക്കിന് ഇരയാവുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്ന് ഫോണൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതുന്നു. അപ്പം എന്താ വെച്ചാൽ അതിൽ നമ്മളെ ഇസ്ലാമിക വിരുദ്ധൻ, നമ്മളെ ഇന്ത്യ വിരുദ്ധൻ, നമ്മളെ ഹിന്ദു വിരുദ്ധൻ, ക്രിസ്ത്യൻ വിരുദ്ധൻ എന്നൊക്കെ പറയാം. ക്രിസ്ത്യൻ വിരുദ്ധൻ എന്ന് പറയുന്ന വാക്കുകൾക്കകത്ത് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഒരു ചെറിയ അല്പശാസ്ത്രം ഉണ്ടാവാം. കാരണം ഞാൻ ഇതിൽ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഞാൻ കുമ്പസരിക്കാറില്ല, ഞാൻ കുർബാന കൊള്ളാറില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിലൂടെ ഏറ്റവും കൂടുതൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാമിക വിരുദ്ധിയാകുക? നിങ്ങൾ ഈ തോന്നിയാസം പറയുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഒരു മാനസികമായിട്ടൊരു ഐക്യലക്ഷ്യത്തിലില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ മീഡിയ ഫീൽഡിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇസ്ലാമിക തീവ്രവാദി ഇന്നെങ്ങനെ പറയണേ? ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ആളുകളുടെ ഒരാളാണ് ഞാൻ. ജമാഅത്ത് ഇസ്ലാമിനോടും ബാക്കിയുള്ള സംഘടനകളോടും ഒക്കെ ഏറ്റവും കൂടുതൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ഏറ്റവും കൃത്യമായിട്ട് പറയുമ്പം ഇവർ പിടിച്ചിട്ട് നമ്മളെ ഇസ്ലാമിക വിരുദ്ധൻ എന്ത് തേങ്ങട നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുക? ഇതൊക്കെ എന്താ കാട്ടുക? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ. ആനക്കൊക്കെ ഇങ്ങനെ ഈ തൊള്ളയിൽ തോന്നിയ അവസാനം പറഞ്ഞാണ്ടിങ്ങനെ നടന്നാൽ മതി. ഈ നാടിനെ നാശമാക്കാണ് ഇതൊക്കെ. ഒരു മതത്തിൻ്റെയും തീവ്രവാദത്തിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇജ്ജൊക്കെ വന്നാണ്ട് ഇങ്ങനെ കുളം കലക്കിക്കാണ്ട് നാട്ടുകാരെ മുഴുവൻ മനസ്സിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇന്നെന്തോ കാട്ടാന്ന് കരുതുക. ഒരു വേണ്ട മൈന്നുള്ള വാക്കാണ് എൻ്റെ വാക്കിൽ വന്ന് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാനോട് പറഞ്ഞു തരിക. അനക്കൊക്കെ എന്ത് 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 കുന്ത ചെയ്യാൻ പറ്റുക? പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കും പൊതുവെ ഒരു വർഗീയത സ്വഭാവം ഇല്ല എന്നുള്ളത് നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ജീവിച്ചു പോകുന്നുണ്ടെന്നുള്ളത്. ഇത് എന്തിനാണ് തീവ്രവാദം? എന്തിനാണ്? ഇനി പോകട്ടെ, രാഷ്ട്രീയ തീവ്രവാദത്തെക്കുറിച്ച് പോലും നമുക്ക് അഭിപ്രായം പറയാമല്ലോ. CPM തീവ്രവാദം, ലീഗുകാർ പൊതുവെ തീവ്രവാദത്തിന് പോലില്ല, കോൺഗ്രസ്സുകാർക്കും പൊതുവെ തീവ്രവാദത്തിലൊന്നും താല്പര്യമില്ല. കാരണം ചില ഒരു പിടിച്ചു കയറുകയില്ല, ഓർക്ക് അങ്ങോട്ട് അടിയിട്ടാൽ തന്നെ പോലും ഉണ്ടാകാതെ പോകണ ഇപ്പം ആയിരുന്ന ആൾക്കാർ. പിന്നെ BJPക്കാണുള്ളത്. BJPയുടെ തീവ്രവാദം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുസ്ലിം ലീഗിനോട് കേരളത്തിൽ ഏറ്റവും വലിയ താല്പര്യമുള്ള പാർട്ടിയാണ്. CPMനോട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ള പാർട്ടിയാണ്. പിന്നെ കേന്ദ്രത്തിൽ BJPയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടിയാണ്. രാജ്യം അവർ തന്നെ ഭരിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിനോടെന്ന് വെച്ചാൽ ഇവർ ഈ ഗുണമുള്ള ആൾക്കാരെ അതിനകത്ത് വളരെ കുറവാണ്. ഒന്ന് ഷാഫി പറമ്പിലുണ്ട്, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഒന്ന് നമ്മളെ ചാണ്ടി ഉമ്മനുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതിൽ കാണാനില്ല, ആൾക്കാരെ കാണാനില്ല. അതാണ് പ്രശ്നം. കെ സുധാകരനും ക്വാളിറ്റിയുള്ള ആളാണ്. പക്ഷേ കെ സുധാകരൻ ഇപ്പം എന്തായാലും വയസ്സ് ഇത്രയായി. കെ സുധാകരൻ ഇനിയിപ്പോൾ ഒരു ആയുസില്ല അടുത്തൊരു ടേം കൊണ്ട് നടക്കാൻ. BD സതീഷിന് അതിനുള്ള ക്വാളിറ്റി ഇല്ല. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ചെങ്ങായിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്ത് കുന്തങ്ങളിൽ കാണാം. നിങ്ങളെന്ത് തേങ്ങയാണ് നിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്?
എനിക്കറിയില്ല. എനിക്ക് പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ വിശ്വാസത്തിനകത്ത് അങ്ങനെ പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലെയുള്ള ചെറുപ്പക്കാർ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനകത്ത് പിന്നെ ഒരുപാട് നേതാക്കന്മാർ അവർക്ക് കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ. ഈ രാജ്യത്തെ നയിക്കാൻ കഴിയില്ലല്ലോ. രാജ്യത്തെ നയിക്കാൻ ഇന്ന് BJP ആണ് ഏറ്റവും നല്ല പ്രബലമായ പാർട്ടി എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ ഇന്നോട് വെറുതെ ഇങ്ങനെ പിന്നെ കോട്ടി കളിക്കാൻ വരരുത് ദയവേത്. കാരണം വെച്ചാൽ എനിക്കതിന് നേരമില്ല. നിങ്ങൾ ഈ പട്ടികളോടൊന്നും എനിക്ക് സംസാരിച്ചിരിക്കാൻ തന്നെ നേരമില്ല. പിന്നെ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ 4-5 മിനിറ്റ് മതി ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ എനിക്കുള്ള വർത്താനം എനിക്ക് പറയാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറും പണിയെടുത്തിട്ട് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക, എനിക്കെതിരെ കമൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഓടാ ഓളകളെ കേട്ടോ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അതന്നെയാണ് സത്യം. നിങ്ങൾ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് മെനക്കെട്ട് ലേഖനമൊക്കെ എഴുതിൻ്റെ തയ്യാറാക്കി ഡ്രാഫ്റ്റ് ചെയ്ത് ഇതെല്ലാം എഴുതിയെടുക്കുമ്പോൾ എനിക്കെന്താ വെച്ചാൽ അതിന് മറുപടി പറയാൻ 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ടെങ്കിലും മറുപടി ഇറച്ച് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ കണ്ട ആൾക്കാരെ കൂട്ടത്തിൽ രാജൻ ജോസഫിനെ കാണണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. രാജൻ ജോസഫ് എന്നുള്ള പേര് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുമ്പം അഹങ്കാരമുണ്ട്, ആത്മബോധമുണ്ട്, ആത്മധൈര്യമുണ്ട്, പിന്നെ ന്യായബോധമുണ്ട്. അതിൽ നിന്നിട്ടാണ് നമ്മൾ പറയണേ. നമുക്ക് അതിനപ്പുറത്തൊക്കെ വേറെ വർത്താനമൊന്നുമില്ല. എന്തോ ഒലക്കവരെ വർത്താനങ്ങൾ പറയണം. പോയി കണ്ടാൽ പോയി. ഞാൻ പറയട്ടെ, ഇവിടുത്തെ കമ്മികൾക്കും ഇവിടുത്തെ സുഡാപ്പികൾക്കും കൂട്ടിയാൽ കൂടുന്ന ഒരാളല്ല ഞാൻ. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൊല്ലാൻ കഴിയായിരിക്കും. അതിപ്പോൾ പിന്നെ ബൈക്ക് കൂടി പോകുന്ന പട്ടീനെയും പൂച്ചനെയൊക്കെ നമുക്ക് ഒന്നുകൂടെ. ഞാനും പട്ടീനെ പൂച്ചനെയൊക്കെ വല്ല ജീവിയാണ്. അപ്പം അത് നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾക്കൊരു തേങ്ങ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു സംഘടിതമായിട്ടുള്ള സംവിധാനത്തിൽ നിൽക്കുന്നവരാ. ഞാൻ ഒറ്റക്ക് നടക്കുന്ന ആളാണ്. എനിക്ക് ഒരു വാപ്പായും പേടില്ലാതെ തോന്നിയ മാതിരി ഞാൻ നടക്കുന്ന ആളാണ്. അപ്പം അതൊക്കെ പോയി. നാണമില്ലടാ നിനക്കൊക്കെ. നാണമില്ല നിനക്കൊക്കെ. ഇങ്ങനെ ഈ ചിലച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ നടക്കുക എന്നുള്ളത് നാണമില്ലേ? അത്രയേ ഉള്ളൂ ചോദിക്കാനുള്ളൂ. ഓക്കെ, ഞാൻ ഫോൺ കട്ട് ചെയ്യാം.